ഗുഡ് മോർണിംഗ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 22ാമത്തെ ചാപ്റ്ററാണ് ലൈഫ് പ്രോസസ് 1 ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ടേഷൻ, റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ടേഷൻ, റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മുഴുവനും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോസിന്തസിസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ന്യൂട്രീഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് പറയണം? ഫോട്ടോസിന്തസിസിനെ കുറിച്ച് പറയണം. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് ഗ്രീൻ പ്ലാന്റ്സ് ക്ലോറോഫില്ലിൽ വെച്ചിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതോടൊപ്പം ഓക്സിജനെ റിലീസ് ചെയ്യുക. ഇതാണ് സിംപ്ലി എന്ത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക, വാട്ടർ എടുക്കുക, ഗ്രീൻ പ്ലാന്റ്സ് ക്ലോറോഫില്ലിൽ വെച്ചിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ബൈ പ്രൊഡക്റ്റായിട്ട് അതോടൊപ്പം എന്തുണ്ടാവുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാവുന്നു, ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ഫോട്ടോസിന്തസിസ് 2 സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുക, അല്ലെങ്കിൽ 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുക. ഒന്ന് ലൈറ്റ് റിയാക്ഷനും 2 ഡാർക്ക് റിയാക്ഷനും. ഒന്ന് ലൈറ്റ് റിയാക്ഷനും 2 ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് റിയാക്ഷൻ അതായത് ലൈറ്റിൽ നടക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ എപ്പോഴാണ്? ഡേ ടൈമിലാണ് നടക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ATP മോളിക്യൂൾസ്, ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, എനർജി പോക്കറ്റ്സ് ആണ്, എനർജിയാണ്. അപ്പോൾ പകൽ കിട്ടുന്ന സൺലൈറ്റിൽ നിന്ന് എനർജി കറൻസി എന്നൊക്കെയാണ് പറയാം. എനർജി ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യും. എന്തിനാണ്? രാത്രിയിൽ സൺലൈറ്റ് ഇല്ല, ആ രാത്രി നടക്കുന്ന ഡാർക്ക് റിയാക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. രണ്ടാമത്തേന്ന് പറയുന്നത് മറ്റേ ഇലകളിൽ എത്തിച്ചേരുന്ന വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടർ അതായത് H2O വാട്ടർ സ്പ്ലിറ്റായിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. ഓക്സിജനെ റിലീസ് ചെയ്യും. ഹൈഡ്രജൻ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവർ പറഞ്ഞു വയ്ക്കും. ഓക്സിജൻ അപ്പം തന്നെ റിലീസ് ചെയ്യും, ഹൈഡ്രജൻ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവർ പറഞ്ഞു വയ്ക്കും. ലൈറ്റിൻ്റെ പ്രസൻസിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതാണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡാർക്ക് റിയാക്ഷൻ എപ്പോഴാണ് നടക്കുക? നൈറ്റിലാണ് നടക്കുക, ലൈറ്റിൻ്റെ ആബ്സെൻസിലാണ് നടക്കുന്നത്. അവിടെ ഇപ്പോൾ പകലുണ്ടാക്കി വെച്ചിട്ടുള്ള എനർജീസ് ഉണ്ടല്ലോ, ATPകളുണ്ടല്ലോ, ആ ATP ഉപയോഗിച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഡാർക്ക് റിയാക്ഷനിൽ ഇപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ നിന്ന് വാട്ടർ സ്പ്ലിറ്റ് ആയപ്പോൾ ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം പ്ലാന്റ്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ആ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? പ്ലാന്റ്സിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ചുരുക്കത്തിൽ എന്ത്? ഫോട്ടോസിന്തസിസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണ്. ഒന്ന് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്, പിന്നെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. 2 ടൈപ്പാണ് വരുന്നത്, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ എന്താണ്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുക, അതായത് ഫോട്ടോസിന്തസിസ് വഴി ഗ്രീൻ പ്ലാന്റ്സ് ചെയ്യുന്നത്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ മറ്റൊരാളെ ആശ്രയിച്ചിട്ട് ജീവിക്കുക, അതിനെയാണ് ഇത് പറയുക ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോട്ടീൻസിനെ കുറിച്ചിട്ടാണ്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ കാർബൺ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, നൈട്രജൻ ഉണ്ടാവും. ചില പ്രോട്ടീൻസുകളിൽ സൾഫർ ഉണ്ടാവും. നമ്മുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാരാണ്? പ്രോട്ടീൻസാണ്. പല ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ഉണ്ട്. സ്ട്രക്ചറൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സെല്ലുകളോ ഒക്കെ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അവരെ റീപ്ലേസ് ചെയ്യുന്നവരാണ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. രണ്ടാമത്തത് എൻസൈംസ് ആണ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ബയോളജിക്കൽ റിയാക്ഷൻസിനെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നവരാണ് എൻസൈംസ്. മൂന്നാമത്തെ ടൈപ്പ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ് ആണ്. അതായത് നമ്മൾക്ക് ഡിഫൻസ് മെക്കാനിസമോ, ഇപ്പോൾ ഗ്ലോബുലിൻസ്, ബ്ലഡിലുള്ള ഗ്ലോബുലിൻസ് എന്താണ്? ഡിഫൻസിൽ സഹായിക്കുന്നവരാണ്. അവരൊക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണ്. ഇനി കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്, അത് നമ്മുടെ ലോക്കോമോഷൻ, നമ്മുടെ ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോട്ടീൻസാണ് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. അടുത്ത വരുന്നത് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജനും മിനറൽസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്.
ഇനി വേറെ ഒന്നാണ് ഹോർമോൺസ്. ചില ഹോർമോണുകൾ എന്താണ്? പ്രോട്ടീനുകളാണ്. തൈറോയിഡൊക്കെ എന്താണ്? തൈറോയിഡിൻ്റെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണൊക്കെ പ്രോട്ടീൻസാണ്. ഇത്രയാണ് നമുക്ക് പ്രോട്ടീനുകളെ കുറിച്ച് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് വൈറ്റമിൻസ്. അപ്പോൾ ഓരോ നമുക്ക് പഠിക്കാനുള്ള വൈറ്റമിൻസും അത് എന്താണ് അതിൻ്റെ ഫങ്ഷനും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. ആ ടേബിൾ ഉണ്ട്, ആ ടേബിൾ നോക്കിയാൽ മതി. പേജ് നമ്പർ 139 ടേബിളുണ്ട്. ഞാനൊന്ന് പറയാം. B1 വൈറ്റമിൻ B1 അതിൻ്റെ പേര് തയമിൻ എന്നാണ്. നമ്മുടെ ഗ്രോത്ത് ഡെവലപ്മെൻ്റ് ഒക്കെയാണ് അവരുടെ ഫങ്ഷൻ. അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് ബെറി. ഇനി B2 റൈബോഫ്ലാവിൻ അതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്രോത്ത്, അതുപോലെ ഹെൽത്തി സ്കിന്നൊക്കെ നമുക്ക് തരുന്നത് റൈബോഫ്ലാവിൻ ആണ്. അപ്പോൾ അതിൻ്റെ കുറവ് മൂലം നമുക്ക് പലതരത്തിലുള്ള സ്കിൻ ഡിസീസുകൾ ഉണ്ടാവാം. അതേപോലെ ഗ്രോത്ത് കുറയൊക്കെ ചെയ്യാം. B4 അതാണ് നിയാസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന്, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം അതിനെയൊക്കെ ഹെൽത്തി ആയിട്ട് വെക്കുന്നത് ഈ വൈറ്റമിനാണ്. അപ്പം അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര. ഇനി B12 എന്ന് പറയുമ്പോൾ സയാനോ കൊബാലമീൻ. അത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ ഫോർമേഷനാണ് അവർ സഹായിക്കുന്നത്. അതിൻ്റെ കുറവ് മൂലം നമുക്ക് അനീമിയ ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ നമുക്ക് മിനറൽസ് പഠിക്കാനുണ്ട്. മിനറൽസ് എന്ന് പറയുമ്പോൾ അയൺ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ മിനറൽസ് എന്ന് പറയുമ്പോൾ ഓരോ മിനറലും അതിൻ്റെ ഫങ്ഷനാണ് മെയിനായിട്ട് നോക്കണ്ടേ കേട്ടോ. ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അയൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് അയൺ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. അടുത്തത് കാൽഷ്യമാണ്. കാൽഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ടീത്തിൻ്റെ അതുപോലെ തന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. അടുത്തത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ഈ പറഞ്ഞ പോലെ ബോണിൻ്റെയും ടീത്തിൻ്റെയൊക്കെയും ഗ്രോത്തും ഡെവലപ്മെൻറ്റൊക്കെ അവരാണ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബ്ലഡിൻ്റെ ബാലൻസിങ് ആണ്, നമ്മുടെ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ നമ്മുടെ ആന്തര സമസ്ഥിതി പാലനമാണ് അവർ ചെയ്യുന്നത്. സോഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇതേപോലെ തന്നെ നെർവസ് സിസ്റ്റം, അപ്പോൾ നമ്മുടെ ഓസ്മോട്ടിക് റെഗുലേഷൻ അതൊക്കെ എന്താണ്? സോഡിയമാണ് നോക്കുന്നത്. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ബോധവും ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. ഇനി അയഡിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം അതുപോലെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ അയഡിനാണ്. അപ്പം വൈറ്റമിൻസും മിനറൽസും ഓരോ പേരുകളും അവരുടെ ഫങ്ഷൻസും പഠിക്കണം. ഇനി നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നോസ് ഉണ്ട്, നേസൽ ക്യാവിറ്റി ഉണ്ട്. ആ നോസ് എന്ന് പറയുമ്പോൾ നേസൽ ക്യാവിറ്റി ഉണ്ടാവും. അത് നേരെ തൊണ്ടയിൽ നിന്ന് തൊണ്ട ഫാരിങ്സ്, ട്രക്കിയ രണ്ടായിട്ട് വിഭജിക്കും. അതിനെ ബ്രോങ്കസ് എന്ന് പറയും. ബ്രോങ്കസുകൾ പിന്നെയും ബ്രാഞ്ചസ് ആയിട്ട് മാറും. അതിനെ ബ്രോങ്കിയോൾസ് എന്ന് പറയും. ഓരോ ബ്രോങ്കിയോളിൻ്റെ ടിപ്പിലും എന്തുണ്ടാവും? ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിൻ്റെ പേരാണ് ആൽവിയോളൈ. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഓക്സിജനൊക്കെ വന്ന് അറിയുന്നത് എവിടെയാണ്? ആൽവിയോളയിലാണ്. എന്നിട്ട് ആൽവിയോളയിൽ അതിന് ചുറ്റുമുള്ള റെഡ് കാപ്പിലറീസിലേക്ക് ഓസ്മോസിസ് വഴി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. എന്നിട്ട് നമ്മൾ എക്സ്പയർ ചെയ്യുന്ന സമയത്ത് ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസീവായിട്ട് സ്മോക്കൊക്കെ ചെയ്യണ സമയത്ത് പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ വന്ന് നമ്മുടെ ബ്രോങ്കയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ആൽവിയോളയുടെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അത് പൊട്ടും. ഈ ഒരു അസുഖമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് നോക്കാനുള്ളത് റെസ്പിറേഷൻ കഴിഞ്ഞു, ന്യൂട്രീഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ എക്സ്ക്രീഷനാണ്. എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നുണ്ട്, കിഡ്നീസ് ഉണ്ട്, ലിവർ ഉണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ എക്സ്ക്രീഷൻ്റെ ഭാഗമാണ്. നമുക്ക് പഠിക്കാനുള്ളത് കിഡ്നീസാണ്. അപ്പോൾ കിഡ്നി എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ്. നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺസ് എന്നൊക്കെ പറയണ പോലെ കിഡ്നിയിലെ സ്പെഷ്യലൈസ്ഡ് സെൽസാണ് നെഫ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ കൂടി ചേർന്നിട്ടാണ് കിഡ്നിയുടെ ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ നെഫ്രോൺ എന്ന് പറയുമ്പോൾ നെഫ്രോണിൻ്റെ പാർട്ടുകളാണ് നമ്മൾ പറയണത്. നെഫ്രോണിന് ഇങ്ങനെ ഒരു കപ്പ് പോലെയുള്ളൊരു ഭാഗമുണ്ട്.
അതിൻ്റെ പേരാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ കപ്പ് പോലുള്ള ഭാഗത്തിലേക്കാണ് ബ്ലഡ് വെസൽസ് വന്ന് കയറുന്നത്. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ബ്ലഡ് കാപ്പിലറീസ് വരുന്ന വെസൽ വളരെ ഇങ്ങനെ നേരത്തെ കാപ്പിലറികളായിട്ട് തിരിയും. അതിനെയാണ് ഗ്ലോമറൂലസ് എന്ന് പറയുക. അപ്പോൾ അതിൽ നിന്ന് എന്താണ് അഴുക്കുകൾ എന്ത് ചെയ്യും? ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് അരിച്ചിറങ്ങും. ആ വരുന്നതിനെയാണ് നമ്മൾ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് എന്ന് പറയുക. ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ്, ആ ദ്രാവകം, ബ്ലഡിൽ നിന്ന് അഴുക്കുകളൊക്കെ പുറത്തു വന്നിട്ടുള്ള ആ ദ്രാവകത്തിനെയാണ് എന്ത് പറയുക? ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് എന്ന് പറയുക. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ബ്ലഡ് വെസൽസ് വന്ന് കയറും. ആ വന്ന് കയറുന്ന ബ്ലഡ് വെസലിനെയാണ് അഫറൻറ്റ് വെസൽ എന്ന് പറയുക. ഇതിന് ഇറങ്ങി പോണേനെയാണ് ഇഫറൻറ്റ് ബ്ലഡ് വെസൽ എന്ന് പറയുക. അഫറൻറ്റ് ബ്ലഡ് വെസൽ വന്നിട്ട് ധാരാളം കാപ്പിലറികളായിട്ട് ചെറിയ എന്താ പറയുക, കാപ്പിലറികളായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ആയിട്ട് മാറും. അതിനെയാണ് എന്ത് പറയുക? ഗ്ലോമറൂലസ് എന്ന് പറയുക. ആ ഗ്ലോമറൂലസിൽ കൂടെ ബ്ലഡ് ഒഴുകുന്ന സമയത്ത് രക്തത്തിലുള്ള അഴുക്കുകൾ ഇതിലേക്ക്, ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങും. ആ ഒരു ഫ്ലൂയിഡിനെയാണ് എന്ത് പറയുക? ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ്. ഇനി ബൊമാൻസ് ക്യാപ്സ്യൂൾ, ഇതാണ് മെയിനായിട്ട് വരിക. ഇനി ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇങ്ങനെ ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ്. ഈ ബൊമാൻസ് ക്യാപ്സ്യൂള് വന്നിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചറാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയാം. ബൊമാൻസ് ക്യാപ്സ്യൂൾ വന്നിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചറിനെയാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുക. എന്നിട്ട് അത് പോയിട്ട് നമ്മുടെ കിഡ്നി പോകുന്ന ആ ഭാഗത്തേക്ക് വന്ന് ജോയിൻ ചെയ്യും. അതിനെ കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയും. ഈ കളക്റ്റിംഗ് ഡക്റ്റുകൾ മുഴുവനും യൂറേറ്ററിലേക്ക് കണക്ട് ചെയ്ത് യൂറിനറി ബ്ലാഡറിലെത്തി യൂറേത്ര വഴിയാണത് പുറത്തേക്ക് പോവുക. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂള്, റീനൽ ട്യൂബ്യൂള്, കളക്റ്റിംഗ് ഡക്റ്റ്, ഇങ്ങനെ മെയിൻ 3 പാർട്ടുകളാണ് ഒരു നെഫ്രോണുള്ളത്. ഇനി ഈ റീനൽ ട്യൂബ്യൂളിനെ പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്. ഇതാണ് ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ. പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡയാലിസിസ് ആണ്. ഇപ്പോൾ 2 കിഡ്നി ഫെയിലർ ആവുന്ന സമയത്ത് ഇതുപോലെ രക്തത്തിലുള്ള അഴുക്കുകളെ മുഴുവനും പുറന്തള്ളാനായിട്ട് കഴിയില്ല. കാരണം നമ്മുടെ ബ്ലഡിൽ ഫോം ചെയ്യുന്ന, ലിവറിൽ വെച്ച് ഫോം ചെയ്യുന്ന വേസ്റ്റുകളൊക്കെ മാറിയിട്ട് അമോണിയ ഫോം ചെയ്യുന്നുണ്ട്. ഈ അമോണിയ ഭയങ്കര ടോക്സിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അമോണിയ എന്തായിട്ട് മാറും? യൂറിയ ആയിട്ട് മാറും. ഈ യൂറിയ നമ്മുടെ ബ്ലഡിലുണ്ടാവും. ഈ യൂറിയ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. വേഗത്തിൽ എന്ത് വേണം? അതിന് നമ്മൾ പുറത്തേക്ക് കളയണം. പുറത്ത് കളയാതെ ഒരുപാട് സമയം നമ്മുടെ ബ്ലഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ 2 കിഡ്നി ഫെയിലർ ആവുന്ന സമയത്ത് എന്താണ്? ഈ യൂറിയനെ പുറന്തള്ളാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഉള്ളിലില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ കിഡ്നി നമ്മൾ ഉപയോഗിക്കും. അതായത് 2 കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ആ പേഷ്യൻസിൻ്റെ ആമിലോ ലെഗിലോ നമ്മൾ അവരുടെ ആർട്ടറിയിലേക്ക് ഒരു ട്യൂബ് ഇറക്കും. ആ ട്യൂബിൽ കൂടെ അവരുടെ ബ്ലഡ് എന്ത് ചെയ്യും? ഈ ആർട്ടിഫിഷ്യൽ കിഡ്നിയിലേക്ക് പോകും. ആർട്ടിഫിഷ്യൽ കിഡ്നിയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പേഷ്യൻ്റെ ബ്ലഡ് വരും. ഇപ്പുറത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡിൽ കൂടെ പേഷ്യൻ്റെ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? ആ കിഡ്നിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങും. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ബ്ലഡും അങ്ങനെ അരിച്ചിറങ്ങിയതിന് ശേഷം നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് കിട്ടും. ഇതാണ് എന്ത്? ഡയാലിസിസ് എന്ന് പറയുന്നത്. കിഡ്നിയുടെ ഫങ്ഷൻസ് പറയുന്നത് ഈ പറഞ്ഞ പോലെ നൈട്രോജീനസ് വേസ്റ്റിനെ, യൂറിയ പോലുള്ള നൈട്രോജീനസ് വേസ്റ്റിനെ എക്സ്ക്രീറ്റ് ചെയ്യുക. രണ്ടാമത്തേന്ന് പറയണത് ബ്ലഡിലുള്ള മിനറൽ ബാലൻസിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. ഈ 2 ഫങ്ഷൻസാണ് നമ്മുടെ കിഡ്നിക്കുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ സർക്കുലേഷൻ, അതായത് ഹാർട്ടാണ് വരുന്നത്. ഹാർട്ടും ബ്ലഡും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഹാർട്ട് എവിടെ ഇരിക്കണത്? നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിട്ട് നമ്മുടെ റിബ്സിനുള്ളിൽ 2 ലങ്സിനും ഇടയിൽ കുറച്ച് ഇടത്തോട്ട് മാറിയിട്ടാണ് എന്തുള്ളത്? ഹാർട്ടുള്ളത്. ഒരാളുടെ ഹാർട്ടിന് അയാളുടെ ഫീസ്റ്റിൻ്റെ വലുപ്പമാണുള്ളത്. ഇത്രയാണ് എൻ്റെ ഹാർട്ടുള്ളത്. ഹ്യൂമൻ ഹാർട്ടിന് 4 ചാമ്പേഴ്സ് ഉണ്ട്, 4 അറകളുണ്ട്.
മുകളിലുള്ള അറകളിയാണ് നമ്മൾ ഓറിക്കിൾസ് അല്ലെങ്കിൽ ഏട്രിയം എന്ന് പറയുക. താഴെയുള്ള അറകളിയാണ് വെൻട്രിക്കിൾസ് എന്ന് പറയുക. അപ്പോൾ റൈറ്റ് സൈഡിലും ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവും. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം എന്താണ്? ലെഫ്റ്റ് സൈഡിൽ മൊത്തം പ്യുവർ ബ്ലഡാണ്. പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജൻ്റെ അളവ് കൂടുതലുള്ള ബ്ലഡ്. റൈറ്റ് സൈഡിൽ മുഴുവൻ ഇംപ്യുവർ ബ്ലഡാണ്, അതായത് ഓക്സിജൻ്റെ അളവ് കുറവുള്ള ബ്ലഡ്, ഇംപ്യുവർ ബ്ലഡാണ്. ഒരിക്കലും ഈ രണ്ട് ബ്ലഡുകൾ തമ്മിൽ മിക്സ് ആവില്ല. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യണത് ആരാണ്? അതായത് ഓക്സിജൻ്റെ അളവ് കുറവുള്ള ബ്ലഡിലേക്ക് ഓക്സിജൻ കൊടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത് ലങ്സുകളാണ്. അപ്പോൾ ഹാർട്ടിൽ നിന്ന് അടുത്ത കണക്ഷൻ വരുന്നത് എവിടേക്കാണ്? ലങ്സിലേക്കാണ്. ലങ്സ് പ്യൂരിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി ഒരാളുടെ ഈ ചാമ്പേഴ്സുകളുടെ കൺട്രാക്ഷനും റിലാക്സേഷനുമാണ് എന്ത്? ഹാർട്ട് ബീറ്റ് എന്ന് പറയുക. ചാമ്പേഴ്സുകൾ കൺട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ആ കൺട്രാക്റ്റ് ചെയ്യണതിനെയാണ് സിസ്റ്റോളി എന്ന് പറയുക. റിലാക്സ് ചെയ്യുന്നതിനെയാണ് ഡയാസ്റ്റോളി എന്ന് പറയുക. അപ്പം ഇങ്ങനെ സിസ്റ്റോളി നടക്കുമ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിൽ ഒക്കെ എന്താണ്? ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്, വാൾസിലൊക്കെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. ഇനി ഡയാസ്റ്റോളി നടക്കുന്ന സമയത്തും ഒരു പ്രഷറുണ്ട്, ഒരു ചെറിയ പ്രഷറുണ്ട്. അതിനെയാണ് ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് പറയാം. അപ്പോൾ സിസ്റ്റോളിക് പ്രഷറും ഡയാസ്റ്റോളിക് പ്രഷറും കൂടെ കൂടിയതാണ് ഒരാളുടെ ബ്ലഡ് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120 നോർമലായിട്ട് വരുന്നത്. ഡയാസ്റ്റോളിക് 80. ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80. അപ്പം അതിൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. നോർമലി ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് 1 മിനിറ്റിൽ 72 ടൈംസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാർട്ടിന് വരുന്ന അസുഖങ്ങളാണ്. ഒന്ന് ഹാർട്ട് അറ്റാക്കാണ്, അതായത് ഹാർട്ടിൻ്റെ ആർട്ടറീസിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ വന്നിട്ട് കറക്റ്റായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഹാർട്ടിൻ്റെ മസിൽസിനൊക്കെ സപ്ലൈ കുറയുന്ന സമയത്ത് വരുന്ന അസുഖമാണ് എന്ത്? ഹാർട്ട് അറ്റാക്ക്. ഇനി അനീമിയാണ്. അനീമിയ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡിന് വരുന്ന അസുഖമാണ്. സർക്കുലർ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള അസുഖങ്ങളാണ് പറയണത്. ബ്ലഡിൽ RBCയുടെ അളവ് കുറയും, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ. ലുക്കീമിയ എന്ന് പറയുന്നത് എന്താണ്? WBCസിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80. അതിൽ കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. ഇനി ബ്ലഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻലി 3 ടൈപ്പ് ബ്ലഡ് സെൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നോക്കാം കേട്ടോ. ഈ RBCനെയാണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയുക. WBCനെയാണ് ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുക. ഇനി RBC ആണ് അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ കാരിയേഴ്സാണ്. അതിലുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജനെ കൊണ്ടുപോകുന്നവരാണ്. അതേപോലെ തന്നെ ഇവർക്ക് ന്യൂക്ലിയസ് ഒന്നുമില്ല, അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക് ഷേപ്പിലാണ് അവർ കാണപ്പെടുന്നത്. ഇനി വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ പിഗ്മെൻറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല. അവർക്ക് കളർലെസ് ആണ്, ഇറഗുലർ ഷേപ്പാണ്. മറ്റൊരു ഡിസ്ക് ഷേപ്പ് എന്ന് പറഞ്ഞാലും ഇവർക്ക് എന്തില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഡിഫെൻസ് മെക്കാനിസമാണ്. അത് നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുക എന്നുള്ളതാണ് അവരുടെ ഫങ്ഷൻ. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരെ പറഞ്ഞ വേറെ പേരാണ് ത്രോംബോസൈറ്റ്സ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇവർക്ക് ന്യൂക്ലിയസ് ഒന്നുമില്ല, അതേപോലെ തന്നെ എന്താണ്? പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ഇവർക്കും ഇല്ല. അപ്പോൾ ബ്ലഡ് അതിൻ്റെ സ്ട്രക്ചേഴ്സ് പഠിക്കണം, അതിൻ്റെ ഫങ്ഷൻ പഠിക്കണം, ഹാർട്ട് നമ്മളെവിടെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം, അസുഖങ്ങൾ പഠിക്കണം. ഇതാണ് സർക്കുലേഷൻ പഠിക്കാനുള്ളത്. ഇതേപോലെ ന്യൂട്രീഷനും എക്സ്ക്രീഷനും റെസ്പിറേഷനും നമ്മൾ നോക്കണം. ഇത്രയാണ്, ഇത്തിരി വലിയ ചാപ്റ്ററാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.